നമസ്കാരം. ഇറാൻ യുദ്ധം സമാധാന ഘട്ടത്തിലേക്ക് കടക്കും എന്ന സ്ഥിതി വന്നപ്പോൾ അത് മുടക്കാൻ പോയ ഇസ്രായേലിന് കിട്ടിയ ഒരു തിരിച്ചടിയാണ്. ട്രംപ് സമാധാന ചർച്ചയിലേക്ക് കടന്നപ്പോൾ യുദ്ധം തുടരാൻ ആഗ്രഹിച്ച നെതന്യാഹു അങ്ങോട്ട് പോയി വാങ്ങിച്ച പണി. ഞായറാഴ്ച പുലർച്ചെ ബെയ്റൂട്ടിൻ്റെ തെക്കൻ മേഖലകളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയായിട്ടാണ് ഇസ്രായേലിലേക്കുള്ള ഇറാൻ്റെ ആക്രമണം. വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം ആദ്യമായി ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണമാണ് ഇത്. ഇതിനെ തുടർന്ന് ഇസ്രായേലിന് നേരെ വ്യാപകമായി ഇറാൻ്റെ മിസൈൽ ആക്രമണവും ഉണ്ടായി എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെതന്യാഹുവിൻ്റെ ഇടപെടലിൽ ട്രംപ് രോഷാകുലനാണത്രേ. ഇറാൻ യുദ്ധത്തിൽ ഇനി സമാധാനം സാധ്യമാണോ? ട്രംപിൻ്റെ നിലപാട് എന്തായിരിക്കും? ഇറാൻ യുദ്ധം 100 ദിവസം കഴിയുമ്പോൾ ഉള്ള സാഹചര്യം എന്താണ്? നമുക്ക് വിശദമായി ഈ വീഡിയോയിലൂടെ നോക്കാം. US-ഉം ഇസ്രായേലും ആക്രമണം തുടങ്ങിയിട്ട് 100 ദിവസം തികയുമ്പോൾ ഗതിമാറിയും മറിഞ്ഞും യുദ്ധം ലോകത്തെ മനുഷ്യരുടെ അടുക്കള വരെ എത്തി എന്നതാണ് അവസ്ഥ. എവിടെയോ നടക്കുന്ന യുദ്ധത്തെപ്പറ്റി നിങ്ങൾ എന്തിനാണ് നിലപാടെടുക്കുന്നത് എന്ന് ചോദിച്ചു നടന്ന നമ്മുടെ നാട്ടിലെ ഒരു കൂട്ടം മനുഷ്യർ പോലും അടുക്കളയിൽ ഗ്യാസ് ഇല്ലാതായപ്പോൾ സംഗതി അത്ര ലളിതമല്ല എന്ന് തിരിച്ചറിഞ്ഞ നാളുകൾ. ഫെബ്രുവരി 28-ന് US-ഉം ഇസ്രായേലും ആരംഭിച്ച ഇറാൻ ആക്രമണം തൊട്ടടുത്ത തിരിച്ചടിയോടെ യുദ്ധമായി മാറി. ഇറാൻ എന്ന പരമാധികാര രാജ്യത്തിൻ്റെ പരമോന്നത നേതാവിനെ ആ രാജ്യത്ത് കടന്നു ചെന്ന് കൊലപ്പെടുത്തിയത് കണ്ട് ലോകം അന്തം വിട്ടു. ഒടുവിൽ 1-2 ദിവസം കഴിയുമ്പോൾ ഇറാൻ ചാമ്പലാകും എന്ന വിലയിരുത്തലുകൾ അസ്ഥാനത്താക്കി ഇറാൻ പ്രതിരോധിച്ചു നിന്നു. 2 ആഴ്ച കൊണ്ട് ഇറാനിൽ ഭരണമാറ്റം. തങ്ങളുടെ നിർദ്ദേശപ്രകാരമുള്ള സർക്കാർ ഇതായിരുന്നു അടുത്തതായി US-ഉം ഇസ്രായേലും പറഞ്ഞത്. എന്നാൽ പ്രതിരോധത്തിൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞതോടെ ഇറാൻ തിരിച്ചടി ആരംഭിച്ചു. ഇതോടെ അവസാനത്തെ ആയുധം വരെ എടുത്ത് പോരാടേണ്ടി വന്നു US-നും ഇസ്രായേലിനും. US-ന്റെ ചരിത്രത്തിലില്ലാത്ത വിധം പ്രതിരോധത്തിലേക്ക് അവർ പോയി. ട്രംപിൻ്റെ വിലയിടിഞ്ഞു. പിന്നാലെ പരക്കം പാച്ചിൽ. പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ സമാധാന ചർച്ചകളുടെ 1-ാം വട്ടം. ഏപ്രിൽ 8 മുതൽ വെടിനിർത്തൽ. സമാധാന ചർച്ച 2-ാം ഘട്ടത്തിലേക്ക് കടത്താൻ ട്രംപ് പെടാപ്പാട് വിടുന്നു. ഇസ്രായേലിൻ്റെയും നെതന്യാഹുവിൻ്റെയും മാറാത്ത യുദ്ധക്കൊതിയും. ലബനൻ ആക്രമണം അതിനിടെ നടന്നു. നഷ്ടപ്പെട്ട ആയുധശക്തിയുടെ 3/4 പങ്കോളം തിരിച്ചുപിടിച്ച് ഇറാന്റെ നീക്കം. റഷ്യയും ചൈനയും സഹായിക്കുന്നുണ്ട് എന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ട്. ഇതോടെ US-ന് കാര്യം മനസ്സിലായി. ഇറാനെ സമ്പൂർണ്ണമായി നശിപ്പിച്ച് പ്രഖ്യാപിക്കപ്പെട്ട ലക്ഷ്യം നേടിയെടുക്കുക അസാധ്യമാണ് എന്ന്. ഒടുവിൽ അടുത്ത ഖമനേയി പ്രഖ്യാപിക്കപ്പെട്ടാൽ അപ്പ കൊല്ലുമെന്ന് പറഞ്ഞവർ മുജ്തബ ഖമനേയി സ്ഥാനമേറ്റ് ഇപ്പോൾ ഇത്രയും നാളായിട്ടും ആൾ എവിടെയുണ്ട് എന്ന് പോലും കണ്ടുപിടിക്കാനാവാതെ പരക്കം പായുന്നു. തിരിച്ചടിക്കാൻ ഒരുക്കം എന്ന ഇറാന്റെ പ്രഖ്യാപനം കൂടി വന്നതോടെ ട്രംപ് ഇനിയൊരു വെടിനിർത്തൽ ലംഘനം കൂടി സമ്മതിക്കാൻ വയ്യാത്ത സ്ഥിതിയിലായി. ഇസ്രായേൽ അങ്ങോട്ട് വാങ്ങിച്ച ഈ പണിയും അതിൻ്റെ ഒടുവിലത്തെ പ്രഖ്യാപനമാണ്. ചതിയിലൂടെ ഇറാനെ വീഴ്ത്തുക എളുപ്പമല്ല എന്ന് ട്രംപും തിരിച്ചറിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോഴും സമാധാന ചർച്ചയുടെ പേരിൽ കൊടും ചതി ഇറാൻ ഓരോ നിമിഷവും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അതിനിടെ നെതന്യാഹു സമാധാനത്തിന് തുരങ്കം വെക്കും വിധം ഇറാനെതിരായി തുടർന്ന ആക്രമണങ്ങൾക്കെതിരെ ട്രംപ് നേരിട്ട് രംഗത്തെത്തി. കഴിഞ്ഞ ദിവസം നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് ചീത്ത വിളിച്ചതിന് ശേഷം വീണ്ടും ട്രംപ് നെതന്യാഹുവിനെ വിളിച്ചു എന്നാണ് US മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ഇറാനെതിരായ പ്രതികാര നടപടി നിർത്തിവെക്കാൻ ട്രംപ് ആവശ്യപ്പെട്ടു അത്രേ. നെതന്യാഹുവിൻ്റെ ഇമാതിരി ഇടപെടൽ ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകളെ ബാധിക്കുന്നുവെന്നും ഫോൺ സംഭാഷണത്തിൽ ട്രംപ് നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടു നിർത്താൻ എന്നുമാണ് വാർത്ത. 2-ാം ഘട്ട ചർച്ചകളിലേക്ക് ഇതുവരെ കടക്കാനായിട്ടില്ല. നയതന്ത്ര ചർച്ചകളെ ബാധിക്കും വിധത്തിലാണ് ഇസ്രായേലിൻ്റെ ഇടപെടൽ. ഇറാനുമായുള്ള ചർച്ചകൾക്ക് ശുഭകരമായ അന്ത്യമുണ്ടാകും എന്ന് ട്രംപ് വിശ്വാസം പ്രകടിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഇറാനിൽ നിന്നുള്ള മിസൈലുകളെ പ്രതിരോധ കവചം തടഞ്ഞിട്ടു എന്ന ഇസ്രായേലിൻ്റെ അവകാശവാദത്തിന് പിന്നാലെയാണ് ട്രംപിൻ്റെ ഫോൺ കോൾ ഉണ്ടായത്. ഇറാനെതിരെയോ ആക്രമണം നടത്തുന്നതിനോ ഒക്കെയുള്ള നീക്കം പ്രസ്താവനയിലൂടെ നെതന്യാഹു നടത്തിയത് തടയുന്നതിന് വേണ്ടിയാണ് ട്രംപിൻ്റെ ഫോൺ കോൾ എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ട്രംപിനെ നെതന്യാഹു അനുസരിക്കുമോ എന്നത് സംശയകരമാണ്. ഇറാൻ യുദ്ധം സമാധാനത്തിലേക്കുള്ള സാധ്യതകൾ നിലനിൽക്കുമ്പോൾ തന്നെ ഇസ്രായേലിൻ്റെ അത് പൊളിക്കാനുള്ള പദ്ധതിയും സമാന്തരമായി തുടരുകയാണ്. അതാണ് നമ്മൾ തുടക്കത്തിൽ കണ്ട സംഭവത്തിലേക്ക് എത്തിച്ചേർന്നത്. ഒടുവിൽ ഇറാനിൽ കനത്ത ആക്രമണം ഇസ്രായേൽ സംഘർഷം രൂക്ഷമാക്കിക്കൊണ്ട് നടത്തി എന്നതാണ് റിപ്പോർട്ടുകൾ. ടെഹ്റാനിൽ പുലർച്ചെ സ്ഫോടനങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ടുണ്ട്. ഇസ്രായേൽ സൈന്യം ശക്തമായ ആക്രമണം നടത്തി. ഇറാനെതിരായ ഈ ആക്രമണങ്ങൾ തിരിച്ചടിയായി ഹൂതി വിമതർ ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ കാര്യമായ കേടുപാടുകൾ ഉണ്ടായി എന്നാണ് സൂചന. ഇറാനിലെ സൈനിക കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ ലക്ഷ്യം വെച്ചത്. സംഘർഷത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അധ്യായമാണ് ഈ 100 ദിവസങ്ങൾക്കിടയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യമായി ഇറാൻ ഇസ്രായേലിലേക്ക് നേരിട്ട് നടത്തിയ ഈ ആക്രമണങ്ങൾ. ഇതോടെ ഈ സമാധാന ചർച്ചയ്ക്ക് മുന്നോടിയായിട്ടുള്ള നയതന്ത്ര ചർച്ചകൾക്കിടയിൽ ഒരു ഗുരുതര ഘട്ടം കടന്നു വന്നു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണ് ട്രംപിൻ്റെ നെതന്യാഹുവുമായുള്ള ടെലിഫോൺ ചർച്ചകൾ. അതിനിടെ ലബനൻ വിഷയത്തിൽ തട്ടി സ്തംഭിച്ചു നിൽക്കുന്ന സമാധാന ചർച്ചയിൽ നിർണായക നീക്കവുമായി പാകിസ്ഥാൻ രംഗത്തിറങ്ങിയതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള സാധ്യതകൾ തേടി പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മുഹ്സിൻ നഖ്വി ശനിയാഴ്ച ടെഹ്റാനിൽ എത്തി.
പാക് പ്രതിരോധ സേനാ മേധാവി അസീം മുനീറിന്റെയും പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെയും സന്ദേശങ്ങൾ ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയ്ക്ക് കൈമാറുക എന്നതാണ് സന്ദർശന ഉദ്ദേശ്യമെന്ന് ഇറാനിയൻ വാർത്താ ഏജൻസി ഇർന റിപ്പോർട്ട് ചെയ്തു. യുദ്ധത്തിന്റെ ആദ്യ ആക്രമണത്തിൽ പരിക്കേറ്റ മുജ്തബ ഇതുവരെ പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഇറാന്റെ ആഭ്യന്തരമന്ത്രി ഇസ്കന്ദർ മൊമനിയുമായും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമായും നഖ്വി കൂടിക്കാഴ്ച നടത്തി. ഖത്തർ, തുർക്കി, ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ പിന്തുണയോടെ ഇറാൻ US സമാധാന കരാറിന് തടസ്സമായി നിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഹോർമുസ് കടലിടുക്ക് തുറപ്പിക്കാനുമാണ് ശ്രമമെന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കി. ട്രംപും മുജ്തബയും തമ്മിൽ ചർച്ചകൾ നടക്കും എന്ന റിപ്പോർട്ടുകളും അബ്ബാസ് അരാക്ചി തള്ളിക്കളഞ്ഞു. മുജ്തബയുമായി ചർച്ച നടന്നേക്കുമെന്ന് ട്രംപ് തന്നെയാണ് വെളിപ്പെടുത്തിയിരുന്നത്. യുദ്ധം തുടങ്ങുകയും ചെയ്തു, വിജയം സാധ്യമാകുന്നുമില്ല. US-ൽ ജനപ്രീതിയിൽ വമ്പൻ ഇടിവ് തുടരുകയും ചെയ്യുന്നു ട്രംപിന്. ഇതിനിടയിൽ നിലതെറ്റിയ അവസ്ഥയിലാണ് ട്രംപ്. ഇറാൻ യുദ്ധത്തിൽ ട്രംപിന്റെ നിലപാടിനെതിരെ US-ൽ കനത്ത എതിർപ്പ് വരുമ്പോൾ പ്രതിപക്ഷത്തെ കുരുക്കാൻ പുതിയ ആരോപണവുമായി എത്തിയ ട്രംപ് സ്വയം കുടുങ്ങി. മുൻ പ്രസിഡന്റ് ജോ ബൈഡനെതിരെ 2020-ലെ US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപിച്ച് രംഗത്ത് വന്നതോടെ ചാനൽ അഭിമുഖത്തിൽ ട്രംപിന്റെ മുഖംമൂടിയും അഴിഞ്ഞു വീണു. NBC ന്യൂസിന്റെ മീറ്റ് ദ പ്രസ് എന്ന പരിപാടിയിലാണ് സംഭവം. അവതാരക ക്രിസ്റ്റർ വെൽക്കറുമായിട്ടായിരുന്നു സംഭാഷണം. ആരോപണം ഉന്നയിച്ചതോടെ തെളിവ് ചോദിച്ചപ്പോൾ ട്രംപ് കുടുങ്ങി. ഒടുവിൽ മൂപ്പർ എണീറ്റ് പോയി. ഇറാൻ യുദ്ധത്തെക്കുറിച്ചും ചർച്ചാ പുരോഗതിയെക്കുറിച്ചും സംസാരിച്ചാണ് ആരംഭിച്ചത് അഭിമുഖം. അതിനിടെയാണ് ബൈഡനെതിരായ ആരോപണം. എന്നാൽ ട്രംപിന്റെ ആരോപണങ്ങൾക്ക് തെളിവില്ല എന്ന് വെൽക്കർ പറഞ്ഞു. വ്യക്തമായ തെളിവുണ്ട് എന്നും ഇപ്പോൾ കാലിഫോർണിയയിലും ഇതേ അട്ടിമറി നടക്കുകയാണെന്നും ട്രംപ് തിരിച്ചടിച്ചു. എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ പറയൂ, മുന്നോട്ട് വെക്കൂ എന്ന് അവതാരക പറഞ്ഞതിനെ ചൊല്ലി തർക്കമായി. ഒടുവിൽ ട്രംപ് മാധ്യമങ്ങൾക്കെതിരെ ആകെ തിരിഞ്ഞു. അവതാരകയും ഈ പരിപാടിയും മൊത്തം മാധ്യമക്കാരെ അഴിമതിക്കാരാണ് എന്നിവരെ പറഞ്ഞു. അത് പറഞ്ഞ് അഭിമുഖം പാതി വഴിക്ക് നിർത്തി ട്രംപ് എണീറ്റ് പോയി. വെൽക്കർ നിരന്തരമായി അഭ്യർത്ഥിച്ചെങ്കിലും ട്രംപ് കേട്ടില്ല. സമാധാന കരാർ എങ്ങും എത്താത്ത സാഹചര്യവും US മാധ്യമങ്ങൾ തന്നെ ട്രംപിന്റെ യുദ്ധനീക്കത്തിലെ വീഴ്ചകൾ വിമർശിക്കപ്പെടുന്നതും ഒക്കെയാണ് മാധ്യമങ്ങൾക്കെതിരെ തിരിയാൻ ട്രംപിനെ പ്രകോപിപ്പിക്കുന്നതെന്നാണ് വിലയിരുത്തലുകൾ. മാത്രമല്ല, മുന്നിൽ പരിമിതമായ സമയം മാത്രമേ ഉള്ളൂ എന്നിരിക്കെ US-ലെ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ഇറാൻ യുദ്ധം എങ്ങനെ ബാധിക്കും എന്നതും ട്രംപിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. യുദ്ധാരംഭം മുതൽ ട്രംപ് എടുത്ത നിലപാടുകളും ഇരട്ടത്താപ്പും മലക്കം മറിച്ചിലുകളും സജീവ ചർച്ചയാണ് US-ൽ. ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിക്കുമ്പോൾ എടുത്ത നിലപാടേ അല്ല ഇന്ന് ട്രംപിന് ഇറാന്റെ കാര്യത്തിലുള്ളത്. ഏറ്റവും ഒടുവിൽ സമാധാന കരാറിന് വാതിൽ തുറന്നപ്പോൾ സഖ്യകക്ഷിയായ ഇസ്രായേൽ അതിന് തുരങ്കം വെച്ചുകൊണ്ട് ആക്രമണം തുടരുന്ന സാഹചര്യമാണല്ലോ ഉള്ളത്. ഈ ഘട്ടത്തിൽ ട്രംപ് നെതന്യാഹുവിനോട് ആക്രമണം നടത്തരുത് എന്ന് അഭ്യർത്ഥിച്ചു. പക്ഷേ അത് ചെവിക്കൊള്ളാതെയുള്ള നീക്കം നെതന്യാഹു നടത്തുന്നത് ട്രംപിനെ പ്രകോപിപ്പിച്ചു. ഇതിനിടെയാണ് നെതന്യാഹുവിനും ഇസ്രായേലിനുമെതിരെ ട്രംപ് തിരിഞ്ഞത്. US പറഞ്ഞാൽ അനുസരിക്കും എന്ന് ഒടുവിൽ പറഞ്ഞ ട്രംപിന് മുൻ നിലപാടുകൾ തന്നെ തിരിച്ചടിയാവുകയാണ്. ട്രംപിന്റെ ഇപ്പോഴത്തെ പതനം ദയനീയമാണ് എന്നാണ് വിലയിരുത്തലുകൾ. ഇറാൻ ആക്രമണം ആരംഭിച്ചു മാർച്ച് 6-ന് ട്രംപ് പറഞ്ഞ വാചകം ഇങ്ങനെയായിരുന്നു: അയത്തുള്ള അത് ഇറാനെ മുൻനിർത്തിക്കൊണ്ടാണ്. അയത്തുള്ള അലി ഖമനേയുടെ പിൻഗാമിയെ അമേരിക്ക തെരഞ്ഞെടുക്കും. ഇറാനിലെ പുതിയ നേതാവ് ആരെന്ന് തീരുമാനിക്കാനുള്ള അവകാശം US-നാണ്. ഇറാനുമായി ഒരു ചർച്ചയുമില്ല ഇല്ല. നിരുപാധികം കീഴടങ്ങിയല്ലാതെ അവർക്ക് മുന്നിൽ മാർഗങ്ങളില്ല. എന്നാൽ ഒടുവിൽ കാലം പലതും തിരിച്ചടിപ്പിച്ചു. ഇറാൻ അവരുടെ ആർജവം കൊണ്ട് എഴുന്നേറ്റ് നിന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മൂപ്പര് പറയുന്നത് എന്താണ്? ഈ കഴിഞ്ഞ ജൂൺ 8-ന് എന്താണ് ട്രംപ് പറഞ്ഞത്? പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി US ഇറാനുമായി ഉണ്ടാക്കിയേക്കാവുന്ന ഏതൊരു കരാറും അംഗീകരിക്കുകയല്ലാതെ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് വേറെ വഴിയില്ല എന്നാണ്. ഞാനാണ് അന്തിമ തീരുമാനം എടുക്കുന്നത്. ഞാനും ഇറാനും ഒരു കരാറുണ്ടാക്കും. അത് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അംഗീകരിക്കണം. അതുകൊണ്ട് അനുസരിക്കുക മാത്രമാണ് അദ്ദേഹത്തിന് നിർവാഹം. എന്നാൽ ട്രംപിൻ്റെ ഈ വാക്കുകൾ കേട്ടിട്ടും ഇസ്രായേൽ ഇപ്പോൾ പിൻവാങ്ങിയിട്ടില്ല. ട്രംപിന് സഖ്യകക്ഷി പോലും എന്ത് വിലയാണ് കൊടുക്കുന്നത് എന്നാണ് ഇപ്പോൾ വരുന്ന ചോദ്യം. മാത്രമല്ല, യുദ്ധം ആരംഭിച്ചെടുത്ത് നിന്ന് ഇറാനെ തുല്യ ശക്തിയായി തന്നെ കാണും മട്ടിലേക്ക് US എത്തി എന്നതാണ് ട്രംപിൻ്റെ ഏറ്റവും വലിയ ദുരന്തം. ഇപ്പോൾ തീർന്നു, കൊല്ലാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇറാൻ US ഞങ്ങൾ എന്ന മട്ടിലേക്ക് എത്തി. നെതന്യാഹുവിനെ നിയന്ത്രിക്കാനുള്ള ഇത് അംഗീകരിക്കൂ എന്ന് പറയുന്ന അവസ്ഥ. എന്തായാലും യുദ്ധം 100 നാൾ പിന്നിടുമ്പോൾ വെടിനിർത്തൽ അവസാനിപ്പിച്ചിനി ഒരു തിരിച്ചുപോക്ക് ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ലോകം. 7000-ഓളം പേർ മരിച്ച യുദ്ധത്തിന്റെ ആഘാതം ലോകം പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്ക് വ്യാപിച്ചു. 3468 ഇറാൻകാർ മരിച്ച യുദ്ധത്തിൽ ഇസ്രായേലിന്റെ ആക്രമണം കടുപ്പിച്ചതോടെ ലബനനിലും മരണസംഖ്യ ഉയർന്നു. 3593 ലബനൻകാർ മരിച്ചു. ഇറാന്റെ ആക്രമണത്തിന്റെ തുടർച്ചയായി ഗൾഫ് രാഷ്ട്രങ്ങളിൽ 29 പേർ മരിച്ചു. 26 ഇസ്രായേൽ പട്ടാളക്കാർ, 13 US സൈനികർ. ഒരുപക്ഷെ മരണസംഖ്യയുടെ കണക്കെടുപ്പിൽ മുമ്പുണ്ടായ യുദ്ധങ്ങളുടെ അത്രയൊന്നും ആഘാതം രേഖപ്പെടുത്താത്ത യുദ്ധമാണ് ഇറാൻ യുദ്ധം എന്ന് പറയാൻ കഴിയും. എന്നാൽ ഭൂതകാലത്തെ യുദ്ധത്തെക്കാളെല്ലാം വ്യാപ്തിയും ആഴവുമുള്ള പ്രത്യാഘാതം ലോകത്തിനാകെ ഇറാൻ യുദ്ധമുണ്ടാക്കി. ഹോർമുസ് ഈ യുദ്ധത്തിലൊരു പ്രധാന കഥാപാത്രമായതോടെ ലോകത്തെങ്ങുമുള്ള ഇന്ധനക്കടത്തിനെ ബാധിച്ചു. ഇറാൻ ഹോർമുസിനെ പ്രതിരോധ കവചമാക്കിയപ്പോൾ US-ന് അപ്രതീക്ഷിത തിരിച്ചടിയുമുണ്ടായി. ട്രംപിന്റെ വിലയിടിഞ്ഞു. സമാധാന ചർച്ച, വിജയപ്രഖ്യാപനത്തിലൊരു മുദ്രാവാക്യം, ഇത് മാത്രമാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. പാകിസ്ഥാന്റെ 2ാം ഘട്ട സമാധാന ശ്രമങ്ങൾ വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ 100-ാം ദിവസം ലോകം. നമുക്കും കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.